Hi all, welcome back to the second class based on the chapter Sectors of Indian Economy. നമ്മളതിൻ്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ എക്കോണമിയുടെ ഡിവിഷൻസിനെ കുറിച്ചായിരുന്നു. So as you know, there are 3 divisions for Indian economy. First one on the base of nature of economic activities, second one on the base of employment condition, and third and last one on the base of ownership. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ഫസ്റ്റ് ഡിവിഷനെ കുറിച്ച് മാത്രമായിരുന്നു, ദാറ്റ് ഈസ് ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മളവിടെ കണ്ടിരുന്നു 3 ഡിവിഷൻ ഉണ്ട് ആസ് പെർ ദിസ് ക്രൈറ്റീരിയ: പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ആൻഡ് ടെർഷ്യറി സെക്ടർ. ഇനി നമ്മൾ അവസാനത്തെ 2 ഡിവിഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഡിവിഷനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ പഠിക്കേണ്ടതുണ്ട്. അതായത് ഓൺ ദ ബേസ് ഓഫ് നേച്ചർ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ഈ 3 കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് നിങ്ങളുടെ സിലബസ്. എന്നിട്ട് മാത്രമേ നമുക്ക് അവസാനത്തെ 2 ഡിവിഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് ഇതൊരു ടോപ്പിക് ഒരു ക്വസ്റ്റ്യൻ്റെ ഫോമിലാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ ഡു വി കൗണ്ട് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് നോ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻ ഈച്ച് സെക്ടർ. അപ്പോൾ നമ്മൾ കണ്ടവിടെ 3 സെക്ടർ വരുന്നുണ്ട്: പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. അപ്പോൾ ഈ 3 സെക്ടറിൽ ഒരുപാട് ഗുഡ്സും സർവീസും പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമുക്കറിയാം. സർവീസ് സെക്ടറിൻ്റെ കാര്യമാണെങ്കിൽ, ടെർഷ്യറി സെക്ടറിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ സർവീസ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ പ്രൈമറിയും സെക്കൻഡറി അങ്ങനെയല്ല, അവിടെ ഒരുപാട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ 3 സെക്ടേഴ്സിൻ്റെയും ഫൈനൽ പ്രൊഡക്ഷൻ കൗണ്ട് ചെയ്യാൻ പറ്റുക? നമുക്കറിയാം, ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. കുറച്ച് ടഫായ ടാസ്ക്കാണ് ഇതിന് 3ൻ്റെയും പ്രൊഡക്ഷൻ, ടോട്ടൽ പ്രൊഡക്ഷൻ കൗണ്ട് ചെയ്യുക എന്ന് പറയുന്നത് റിയലി ഒരു ടഫ് ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് കൗണ്ട് ചെയ്യുക എന്നറിയുന്നതിന് മുമ്പ് നമുക്കിവിടെ 2 ടേം നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. അതാണ് ഫൈനൽ ഗുഡ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. നമുക്ക് നോക്കാം എന്താണ് ഫൈനൽ ഗുഡ് എന്നുള്ളത്. ഫൈനൽ ഗുഡ് ഈസ് നത്തിങ് ബട്ട് ഫൈനൽ ഗുഡ്സ് റെഫേഴ്സ് ടു ദി ഫിനിഷ്ഡ് ഗുഡ്സ് വിച്ച് ആർ സോൾഡ് ഇൻ ദി മാർക്കറ്റ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനം വാങ്ങുന്നില്ലേ, അതെല്ലാം മിക്കവാറും ഫൈനൽ ഗുഡ്സ് ആയിരിക്കും. അത് ഫിനിഷ്ഡ് ഗുഡാണ്. അതിൻ്റെ നമുക്ക് അവസാനം ഒരുപാട് പ്രൊസീജിയർ കഴിഞ്ഞ് നമുക്ക് കയ്യിൽ കിട്ടുന്ന ഫൈനൽ ഗുഡ്സാണ്, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡാണ് നമ്മുടെ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. ആ പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫൈനൽ ഗുഡ് മീൻസ് ഫിനിഷ്ഡ് ഗുഡ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയുന്ന നേരെ തിരിച്ചാണ്. all those goods which are used by the producer for producing other goods are known as the intermediate goods. അതായത് ഒരു ഫൈനൽ ഗുഡ് ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രൊഡ്യൂസർ മറ്റൊരുപാട് ഗുഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അതാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. നമുക്കൊരു എക്സാമ്പിളോട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വന്ന ബിസ്ക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇവിടെ ബിസ്ക്കറ്റാണ് ഫൈനൽ ഗുഡ്. നേരത്തെ പറഞ്ഞു ഫിനിഷ്ഡ് ഗുഡാണ് ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിസ്ക്കറ്റാണ് ഫൈനൽ ഗുഡ്. പക്ഷേ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രൊഡ്യൂസർ ഒരുപാട് സാധനം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ മിൽക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, വീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ ഷുഗർ, ഓയിൽ എക്സെട്ര ഒരുപാട് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് പ്രൊഡ്യൂസർ ഈ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റ് ഫൈനൽ ഗുഡ് ആണെങ്കിൽ ഈ 3 കാര്യങ്ങളാണ് അവിടെ വരുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്. അപ്പോൾ അതാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ഓൾ ദോസ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ബൈ ദ പ്രൊഡ്യൂസർ ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. ഇവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ പ്രൊഡ്യൂസർ യൂസ് ചെയ്ത മറ്റ് ഗുഡ്സ്, അതൊക്കെയാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ഇവിടെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ മിൽക്ക്, വീറ്റ്, ഷുഗർ, ഓയിൽ എക്സെട്ര. നമ്മുടെ ടോപ്പിക്ക് ഇതായിരുന്നു: ഹൗ ഡു വി കൗണ്ട് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് നോ ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഈച്ച് സെക്ടർ. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് 2 ടോപ്പിക്ക് അറിയേണ്ടതുണ്ട്: എന്താണ് ഫൈനൽ ഗുഡ് എന്നും എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എന്നും. ഇനി നേരത്തെ പറഞ്ഞു അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല നമുക്കിത് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഇത് ഈസി അല്ലാത്തത്? അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. ഡിഫറെൻറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സെക്ടർ മേ ബി മെഷേർഡ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ലൈക്ക് കിലോഗ്രാം, ലിറ്റേഴ്സ് എക്സെട്ര ആൻഡ് ഹെൻസ് കനോട്ട് ബി ആഡഡ് ടുഗദർ. നമുക്കറിയാം, നമ്മൾ ഈ ഡിഫറെൻറ്റ് ഗുഡ്സ് ഒരു സെക്ടറിൽ അല്ലെങ്കിൽ 3 സെക്ടറിൽ ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് ഗുഡ്സ് നമ്മൾ കൗണ്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അവിടെ വരുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഗുഡ്സ് എല്ലാം പല മെഷർമെൻറ്റിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഇപ്പോൾ നമുക്ക് കണ്ടു, ഓയിലിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ ലിറ്റേഴ്സിലാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ വീറ്റിൻ്റെ കാര്യമാണ് അവിടെ കിലോഗ്രാമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. സോ ഹെൻസ് കനോട്ട് ബി ആഡഡ് ടുഗദർ. ഇതെല്ലാം കൊടുത്തിരിക്കുന്ന പല യൂണിറ്റ്സിലാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പറ്റില്ല. ദെർഫോർ നമുക്ക് അവിടെ സൊല്യൂഷൻ കണ്ടെത്തണമല്ലോ. ദെർഫോർ ടു ഫൈൻഡ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് എ സെക്ടർ ദ മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ്, ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ദി മോണിറ്ററി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് ആഡഡ് അപ്പ് rather than adding up the actual numbers. ഇത്രയുള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ ഗുഡ്സിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എത്ര കിലോഗ്രാം വീറ്റ് യൂസ് ചെയ്തു, എത്ര ലിറ്റർ ഓയിൽ യൂസ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഈ എല്ലാറ്റിനും ഒരു മോണിറ്ററി വാല്യൂ ഉണ്ടാവില്ല, അതായത് അതിൻ്റെ പ്രൈസ്, അതാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്.
ഇൻസ്റ്റെഡ് ഓഫ് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് അതിൻ്റെ മോണിറ്റർ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബിസ്ക്കറ്റിന് എക്സാമ്പിൾ തന്നെ എടുക്കാം. അവിടെ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ വീറ്റ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ ക്വാണ്ടിറ്റി ഓഫ്, ഇൻ അവർ എക്സാമ്പിൾ ക്വാണ്ടിറ്റി ഓഫ് വീറ്റ് ഈസ് 50,000 കിലോഗ്രാം. അതുപോലെ 1 കിലോഗ്രാം വീറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പീസാണ്. ക്വാണ്ടിറ്റി 50,000 കിലോഗ്രാം ആൻഡ് 1 കിലോഗ്രാം ഓഫ് വീറ്റ് കോസ്റ്റ് 10 റുപ്പീസ്. സോ നമുക്ക് നേരത്തെ പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്യുന്നത് ക്വാണ്ടിറ്റി അല്ല ആഡ് ചെയ്യുന്നത്, പകരം അതിൻ്റെ പ്രൈസാണ് അല്ലെങ്കിൽ മോണിറ്ററി വാല്യൂ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുന്നത് അവിടെ? സോ വാല്യൂ ഓഫ് വീറ്റ് ഈസിക്കൽ ടു 50,000 ഇൻറ്റു 10 ഈസിക്കൽ ടു 5 lakhs. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ 5 lakh ആണ് അതിൻ്റെ അവസാനം വരുന്ന മോണിറ്ററി വാല്യൂ. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് ആഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്ന കാരണം ആദ്യം പറഞ്ഞു, ഡിഫറെൻറ്റ് ഗുഡ്സ് പ്രൊഡ്യൂസ് ഇൻ എ സെക്ടർ മേ ബി മെഷേർഡ് ഇൻ ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ലൈക്ക് കിലോഗ്രാം, ലിറ്റേഴ്സ് എക്സെട്ര ആൻഡ് ഹെൻസ് കനോട്ട് ബി ആഡ്. അതുകൊണ്ടാണ് നമ്മുടെ മോണിറ്ററി വാല്യൂവിലാണത് മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു കാൽക്കുലേഷൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു പുതിയ ടേം കൂടെ ഉണ്ട്. നമ്മൾ എങ്ങനെ കാണുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി ഇതിലൊരു പുതിയ ടേം വരുന്നതാണ്. നിങ്ങൾക്കൊരു പുതിയ ടേം ആവില്ല, ഗ്രേഡ് 9 എന്നൊക്കെ കേട്ട് പരിചയമുള്ളൊരു ടേം തന്നെയായിരിക്കും, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഇത് ഇത്രയേ ഉള്ളൂ. ദ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് സെക്ടർ ഇൻ എ പെർട്ടിക്കുലർ ഇയർ ഈസ് കാൽക്കുലേറ്റഡ് ആൻഡ് ആഡഡ് അപ്പ്. The sum of the production in 3 sectors gives us total production in a country called as gross domestic product. ഒരു വർഷം ഈ 3 സെക്ടറിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടോട്ടൽ വാല്യൂ ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ പോപ്പുലർലി നോൺ ആസ് GDP എന്ന് പറയുന്നത്. നമുക്കിത് സമ്മറൈസ് ചെയ്തൊരു ഡെഫിനേഷൻ രൂപത്തിൽ ഇങ്ങനെ പറയാം. GDP ഈസ് ദി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ കൺട്രി ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ഇയർ. പിന്നെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഒരു കൺട്രിയിൽ ഒരു വർഷത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെയും ആ ഒരു വാല്യൂ ആണ് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. നൗ വി ഹാവ് ടു അനലൈസ് 3 ബാർ ഗ്രാഫ്സ് ബേസ്ഡ് ഓൺ ദി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ്. 3 ബാർ ഗ്രാഫാണ് അനലൈസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് 2 ബാർ ഗ്രാഫ്സ് ആർ ബേസ്ഡ് ഓൺ the GDP share of these 3 sectors. And last bar graph is based on the share of these sectors in employment. നമുക്ക് പറഞ്ഞിട്ട് നോക്കാം. ഇതാണ് ഫസ്റ്റ് ബാർ ഗ്രാഫ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും 2 ഇയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. 1 based on 1973 to 1974 and second year 2013 to 2014. നിങ്ങൾ ഓൾഡ് ടെക്സ്റ്റ് ബുക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഈ 2013 പകരം കൊടുത്തിട്ടുണ്ടായിരിക്കുക ഓൾമോസ്റ്റ് 2000 ഒക്കെ ആയിരിക്കും. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾ ന്യൂ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഹെഡിങ് ഇതാണ്. നേരത്തെ പറഞ്ഞതുപോലെ GDP ഓർ GDP ഷെയർ ബൈ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ. നമ്മൾ കഴിഞ്ഞ സ്ലൈഡ് നോക്കി എന്താണ് GDP എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഈ 3 സെക്ടേഴ്സിൽ ഏത് സെക്ടറാണ്, വിച്ച് സെക്ടർ കോൺട്രിബ്യൂട്ട് മോർ ടു GDP, ഏത് സെക്ടറാണ് GDPക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ ബാർ ഗ്രാഫിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റകളെല്ലാം റുപ്പീസിലാണ്, ഇൻ ക്രോസിലാണ് കൊടുത്തിട്ടുള്ളത്, റുപ്പീസിൽ. നോക്കാം 1973 to 1974 ആ കാലത്തിൽ നമുക്ക് നോക്കാൻ പറ്റും. ആ കളേഴ്സ് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പ്രൈമറിയുടെ ഷെയർ പൊതുവെ കൂടുതലായിരുന്നു, കമ്പാരിറ്റീവ്ലി മോറാണ്. അതുപോലെ സെക്കൻഡറി, ടെറിഷറി ഇൻ കമ്പാരിസൺ വിത്ത് പ്രൈമറി അത് കുറവായിരുന്നു. ഏറ്റവും കുറവ് വരും സെക്കൻഡറിക്കാണ്. പ്രൈമറി ഏറ്റവും കൂടുതൽ, മോർ കോൺട്രിബ്യൂഷൻ ഫ്രം പ്രൈമറി ആൻഡ് ഫ്രം സെക്കൻഡറി ആൻഡ് ടെറിഷറി കമ്പാരിറ്റീവ്ലി ലെസ് കോൺട്രിബ്യൂഷൻ ഓൺലി ടു ദി GDP. ഇനി നമ്മൾ 2013 to 14 ഡാറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്. പ്രൈമറി ആണ് അവിടെ ഫസ്റ്റ് ഡാറ്റയിൽ പ്രൈമറി ആയിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നത്. ബട്ട് അക്കോർഡിംഗ് ടു 2013 and 14 ഡാറ്റ ടെറിഷറി സെക്ടറാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മാത്രമല്ല സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറച്ചുകൂടെ കൂടിയതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് നമുക്കൊരു സമ്മറി, ഈ ഒരു ബാർ ഗ്രാഫിൻ്റെ ഒരു സമ്മറിയിൽ ഒബ്സർവേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഹാസ് ഡിക്രീസ്ഡ് ആൻഡ് ദാറ്റ് ഓഫ് ടെറിഷറി സെക്ടർ ഹാസ് ഇൻക്രീസ്ഡ് ട്രമെൻഡസ്ലി. അതാണ് നമ്മുടെ ഈ ബാർ ഗ്രാഫിൻ്റെ ഒരു
ടോട്ടലായിട്ടുള്ള ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, അതായത് പ്രൈമറി സെക്ടറിന് ഷെയർ കുറഞ്ഞിട്ടുണ്ട്. ഷെയർ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ ഹാസ് ഡിക്രീസ്ഡ് ആൻഡ് ദാറ്റ് ഓഫ് ടെറിഷറി സെക്ടർ ഹാസ് ഇൻക്രീസ്ഡ് ട്രമെൻഡസ്ലി. അതേ സമയത്ത് ടെറിഷറി സെക്ടറിൻ്റെ സർവീസ് സെക്ടറിന് ഷെയർ കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഒരു അനലൈസ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ. ടോപ്പിക് ഇതായിരുന്നു: കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ടു ദി GDP ഓഫ് ഇന്ത്യ. Now let's analyze the second bar graph given in your textbook. ഇവിടെയും ഹെഡിങ് അതിൻ്റെ ടോപ്പിക് സെയിം തന്നെയാണ്, ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ GDP. ബട്ട് ഓൺലി വൺ ഡിഫറൻസ്, ഫസ്റ്റ് ബാർ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റകളെല്ലാം ക്രോസിലായിരുന്നു, റുപ്പീസിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ അത് കാണിച്ചിരിക്കുന്നത് പേഴ്സൻറ്റേജിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, മറ്റു കാര്യം നോക്കേണ്ടുള്ളൂ, നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രൈമറി സെക്ടർ ആയിരുന്നു ഡിക്രീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്രീസ്ഡ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ടെറിഷറി സെക്ടർ ഹാസ് ഇൻക്രീസ്ഡ്. അത് തന്നെയാണ് നമുക്ക് ഈ ബാർഗ്രാഫിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കമ്പയർ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. 1973 നിന്ന് 2013 എത്തിയ സമയത്ത് ഇവിടെ ഒരു പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സെക്കൻഡറി പ്രൈമറിയും ടെറിഷറിയും വരുന്നത്, അത് വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് 2 പാരഗ്രാഫിൻ്റെ ഒബ്സർവേഷൻ. പ്രൈമറി സെക്ടർ കോൺട്രിബ്യൂഷൻ ഹാസ് ഡിക്രീസ്ഡ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ടെറിഷറി സെക്ടർ ഹാസ് Now let's analyze the second bar graph given in your textbook. അതിൻ്റെ ഹെഡിങ് ടോപ്പിക് സെയിം തന്നെയാണ്, ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ GDP. ബട്ട് ഓൺലി വൺ ഡിഫറൻസ്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റുപ്പീസിലായിരുന്നു, ക്രോസിലായിരുന്നു കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ഡാറ്റ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് പേഴ്സൻറ്റേജിലാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. നമുക്കിവിടെയും കാണാൻ പറ്റുന്ന പോയിൻറ്റ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിൻ്റ് തന്നെയാണ്. കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൈമറി സെക്ടർ ഹാസ് ഡിക്രീസ്ഡ് ആൻഡ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് tertiary sector has increased. Primary decreased and tertiary sector increased. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 2 പാരഗ്രാഫിൻ്റെ ഒബ്സർവേഷൻ. ഇനി വരുന്നതാണ് ലാസ്റ്റ് പാരഗ്രാഫ്. ഇവിടെ ടോപ്പിക് ഡിഫറെൻ്റ് ആണ്, ഷെയർ ഓഫ് സെക്ടേഴ്സ് ഇൻ എംപ്ലോയ്മെൻറ്റ്. ഇവിടെ എംപ്ലോയ്മെൻറ്റ് ബേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിനെ അനലൈസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വിച്ച് സെക്ടർ പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ടു ദി പീപ്പിൾ. അതാണ് ഇവിടുത്തെ ടോപ്പിക്. നമുക്കിവിടെ കാണാൻ പറ്റും 1972 കാര്യം എടുക്കുകയാണെങ്കിൽ 74% ജോലിയും നമുക്ക് പീപ്പിളിന് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രൈമറി സെക്ടറാണ്. സോ ആസ് പെർ ദ ഡാറ്റ ഓഫ് 1972 to 73, പ്രൈമറി സെക്ടർ ക്രിയേറ്റ് ഓർ പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ് ടു പീപ്പിൾ. ഇനി അവിടെ നേരെ തിരിച്ചാണ്, ടെറിഷറി സെക്ടറിൻ്റെ കാര്യമാണെങ്കിൽ അവിടെ 15 മാത്രമേ വരുന്നുള്ളൂ, സെക്കൻഡറി ഓൺലി 11. നേരത്തെ നോക്കി 2 പാരഗ്രാഫിലും ഡാറ്റ നേരെ ഓപ്പോസിറ്റ് അവിടെ വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടു ടെറിഷറി സെക്ടർ ആയിരുന്നു കൂടുതൽ, GDP ഷെയറിൻ്റെ കാര്യത്തിൽ കൂടുതൽ വരുന്നത് ടെറിഷറി ആയിരുന്നു. എന്നാൽ ഇവിടെ പ്രൈമറി സെക്ടറാണ് മോർ എംപ്ലോയ്മെൻറ്റ്. ഇൻ ദ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, മോർ എംപ്ലോയ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ഫസ്റ്റ് സെക്ടർ, ദാറ്റ് ഈസ് പ്രൈമറി സെക്ടർ. ഇനി ആസ് പെർ ദ ലേറ്റസ്റ്റ് ഡാറ്റ 2011 to 2012, അങ്ങനെ ആ ഡാറ്റ പ്രകാരം നോക്കുകയാണെങ്കിലും നമുക്കിവിടെ കാണാൻ പറ്റും ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും 49% വരുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ പ്രൈമറി സെക്ടർ പ്രൊവൈഡ് മോർ എംപ്ലോയ്മെൻറ്റ്, ടെറിഷറി സെക്ടർ 27 ആൻഡ് സെക്കൻഡറി സെക്ടർ 24. So the observation from this bar graph is primary sector provide more job or more employment to people. But in the case of GDP share, tertiary sector share more, contribute more to GDP. ഈ 2 കാര്യം ഓർത്താൽ മതി. എംപ്ലോയ്മെൻറ്റ് കാര്യമാണെങ്കിൽ പ്രൈമറി സെക്ടറാണ് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ GDP ഷെയറിൻ്റെ കാര്യമാണ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അവിടെ ടെറിഷറി സെക്ടറാണ് കൂടുതൽ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. So from these bar graphs we observed that tertiary sector is growing in India. ഈ ഭാഗത്ത് നിന്ന് CBSE സ്ഥിരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ വർഷം അത് 4 മാർക്കിനായിട്ടും വരാൻ ചാൻസ് ഉണ്ട്, ഈവൻ 3 മാർക്ക് ആൾസോ ക്യാൻ എക്സ്പെക്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. ഗീവ് എനി റീസൺസ് ഫോർ ദി റൈസിംഗ് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഷറി സെക്ടർ. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം,
explain why service sector is gaining more importance in the global economy, show how tertiary sector has emerged as the largest producing sector in India. അപ്പോൾ അതിൻ്റെ തീം എത്രയേ ഉള്ളൂ, റൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഷറി സെക്ടർ. എന്തുകൊണ്ടാണ് ടെറിഷറി സെക്ടർ ഇന്ത്യയിൽ ഇത്ര ഇമ്പോർട്ടൻസ്, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് ലെവലിൽ ഇത്ര ഇമ്പോർട്ടൻസ് വരാൻ കാരണം? നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 പോയിന്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇൻ എനി കൺട്രി several services such as hospital, education institutions, postal service, police stations, courts etc. are required. നമുക്കറിയാം എല്ലാ കൺട്രിയിലും ആവശ്യമായിട്ടുള്ള ചില ബേസിക് സർവീസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, പോസ്റ്റൽ, പോലീസ്, കോർട്സ് എക്സെട്ര. സോ ആരാണ് ഈ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് ഗവൺമെൻറ്. നമുക്കറിയാം ദ ഗവൺമെൻറ് ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദി പ്രൊവിഷൻ ഓഫ് ദീസ് ബേസിക് സർവീസസ്. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്. എല്ലാ കൺട്രിക്കും ആവശ്യമായ ചില ബേസിക് സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയില്ല ഈ സർവീസ് എല്ലാം ബിലോങ്സ് ടു തേർഡ് സെക്ടർ, അതായത് ടെറിഷറി സെക്ടർ. അതുകൊണ്ടാണ് ടെറിഷറി സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് റീസെൻ്റ്ലി ആയിട്ട് കൂടാൻ കാരണം. നമുക്ക് എല്ലാവർക്കും ചില ബേസിക് സർവീസ് ആവശ്യമാണ്, അത് തരേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഈ സർവീസ് എല്ലാം വരുന്നത് സർവീസ് സെക്ടറിലായതുകൊണ്ടാണ് ടെറിഷറി സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് റീസെൻ്റ്ലി കുറച്ച് കൂടാൻ കാരണം. ഇനി സെക്കൻഡ് പോയിന്റ്, ഡിമാൻഡ് ഫോർ സർവീസസ് സച്ച് ആസ് ട്രാൻസ്പോർട്ട്, ട്രേഡ്, സ്റ്റോറേജ് വിൽ ഇൻക്രീസ് with the development of primary and secondary sectors. ഇവിടെ നമ്മൾ പറഞ്ഞു ടെറിഷറി സെക്ടറാണ് കൂടുതൽ ഗ്രോ ചെയ്യുന്നത്, അതൊക്കെയാണ്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് 2 സെക്ടേഴ്സ് ആൾസോ ഗ്രോയിങ്. അതായത് നമ്മൾ പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടറും ഇതിൻ്റെ കൂടെ ഗ്രോ ചെയ്യുന്നുണ്ട്. സോ ദേ നീഡ് ലോട്ട് ഓഫ് സർവീസസ് ഫ്രം ടെറിഷറി സെക്ടർ. അപ്പോൾ അതാണ് സെക്കൻഡ് റീസൺ. Demand for services such as transport, trade, storage will increase with the development of primary and secondary sectors. ഇപ്പോൾ ഈ പ്രൈമറിയും സെക്കൻഡറി സെക്ടറും ഗ്രോ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സർവീസ് ടെറിഷറി സെക്ടറിൽ നിന്ന് ആവശ്യമാണ്. അതുകൊണ്ടാണ് ടെറിഷറി സെക്ടർ ഗ്രോ ചെയ്യുന്നത്. ദെൻ തേർഡ് പോയിന്റ്, വിത്ത് ഇൻക്രീസ് ഇൻ ഇൻകം ലെവൽസ് ഓഫ് പീപ്പിൾ, ഡിമാൻഡ് ഫോർ ഷോപ്പിംഗ്, ടൂറിസം, പ്രൈവറ്റ് സ്കൂൾസ്, ജിംസ്, ക്ലബ്സ്, ഹോട്ടൽ എക്സെട്ര ആൾസോ റൈസസ്. ഇതിൽ പറയുന്ന പോയിന്റ് ഇതാണ്, ആളുകളുടെ ഇൻകം ലെവൽ കൂടുകയാണെങ്കിൽ അത് കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ ഡിമാൻഡും കൂടും. അവർക്ക് ചില പുതിയ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ പുതിയ എൻ്റർടൈൻമെൻറ്റ് പോലുള്ള ഫെസിലിറ്റീസിനുള്ള ഡിമാൻഡ് അവർക്ക് കൂടും. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഷോപ്പിംഗ്, ടൂറിസം, പ്രൈവറ്റ് സ്കൂൾ ഇതെല്ലാം സർവീസ് സെക്ടറിൽ വരുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർവീസ് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ കൂടുകയാണ്. വിത്ത് ഇൻക്രീസ് ഓഫ് ഇൻകം ലെവൽ പീപ്പിൾ ഡിമാൻഡ് ഫോർ മോർ ഫെസിലിറ്റീസ് ലൈക്ക് ഷോപ്പിംഗ്, ടൂറിസം, പ്രൈവറ്റ് സ്കൂൾസ് എക്സെട്ര. ഇതെല്ലാം വരുന്നത് സർവീസ് സെക്ടറിലാവുന്നതുകൊണ്ട് അവിടെയും സർവീസ് സെക്ടർ ഗ്രോ ചെയ്യാണ്. സർവീസ് സെക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് പോയിന്റ്, സർവീസസ് ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ചുരുക്കിയതിന് ICT എന്ന് പറയാം. സർവീസ് ബേസ്ഡ് ഓൺ ICT ഹാവ് ബിക്കം ഇമ്പോർട്ടൻറ്റ് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ്. നമുക്കറിയുന്ന കാര്യമാണ്. കഴിഞ്ഞൊരു 10 വർഷത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ ICTയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടിയിട്ടുണ്ട്. എല്ലാ രംഗത്തും ICTയുടെ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ICTയും വരുന്നത് എന്തിലാണ്? സർവീസ് സെക്ടറിലാണ്. ICT തരുന്ന സർവീസ് എല്ലാം വരുന്നത് ടെറിഷറി സെക്ടറിലാണ്. അപ്പോൾ ഈ ICT ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ട് അവിടെ സർവീസ് സെക്ടറും അല്ലെങ്കിൽ ടെറിഷറി സെക്ടറും ഗ്രോ ചെയ്യുകയാണ്. ഇത്രയാണ് റൈസിങ് ഇമ്പോർട്ടൻസ് ഓഫ് ടെറിഷറി സെക്ടർ എന്ന പോയിന്റിൽ പഠിക്കാനുള്ളത്.